ലോക്സഭയിൽ അവിശ്വാസ പ്രമേയ നോട്ടീസിലെ ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക്. പ്രധാനമന്ത്രി അല്പസമയത്തിനകം മറുപടി നൽകും. പ്രസംഗത്തിനിടെ പ്രധാനമന്ത്രിയെ ധൃതരാഷ്ട്രരോടും നീരവ് മോദിയോടും ഉപമിച്ചതും പ്രതിപക്ഷ കക്ഷി നേതാവ് അധിർ രഞ്ജൻ ചൌധരി. ഇതിനെതിരെ ബിജെപി പ്രതിഷേധം. മണിപ്പൂരിനെ പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കുന്നുവെന്ന് ജ്യോതിരാദിത്യ സിന്ധ്യ. ലോക്സഭയിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. हिंदी चीनी भाई भाई का स्लोगन को पीछे से छोरा भोका और 1959 മനു ചേരുന്നു. മനു, സഭയിൽ അവിശ്വാസ പ്രമേയത്തിൽ ചർച്ച തുടരുകയാണ്. എപ്പോഴാണ് പ്രധാനമന്ത്രി സംസാരിക്കുക? വിവരങ്ങൾ. പ്രധാനമന്ത്രി അല്പസമയത്തിനകം സഭയെ അഭിസംബോധന ചെയ്യും എന്നാണ് കരുതുന്നത്. ഇപ്പോൾ ബിജെപിയിലെ രാജീവ് റായാണ് ഇപ്പോൾ ഈ അവിശ്വാസ പ്രമേയത്തിൽ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ചൂടേറിയ വാഗ്വാദങ്ങൾക്കാണ് സഭ ഇന്ന് സാക്ഷിയായത്. പ്രധാനമായും ജ്യോതിരാദിത്യ സിന്ധ്യ അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ വളരെ ശക്തമായ ഭാഷയിലാണ് പ്രതിപക്ഷത്തെ വിമർശിച്ചത്. രാജ്യം പല ഘട്ടങ്ങളിലും മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് ജ്യോതിരാദിത്യ സിന്ധ്യ വ്യക്തമാക്കി. ഊർജം, അതുപോലെ നിർമ്മാണ മേഖലയിൽ രാജ്യത്തിന് വലിയ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനോടുള്ള വിയോജിപ്പാണ് കോൺഗ്രസ് ഇത്തരത്തിൽ ഒരു അവിശ്വാസ പ്രമേയവുമായി രംഗത്ത് എത്തിയത് ഇതിന് കാരണം എന്ന് ജ്യോതിരാദിത്യ സിന്ധ്യ പറയുന്നു. കഴിഞ്ഞ 9 വർഷത്തിനിടെ ഏറ്റവും കുറവ് അക്രമം നടന്നൊരു കാലഘട്ടമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനു മുൻപ് ഇതിനേക്കാൾ 6 ഇരട്ടി സിവിലിയനുകൾ ആളുകൾ മരിക്കുന്ന സാഹചര്യം രാജ്യത്ത് ഉണ്ടായിരുന്നു. അന്ന് അനങ്ങാതിരുന്നവരാണ് ഇപ്പോൾ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത് എന്ന് ജ്യോതിരാദിത്യ സിന്ധ്യ ചൂണ്ടിക്കാണിച്ചു. അതേസമയം കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൌധരി ആകട്ടെ, പ്രധാനമന്ത്രി പാർലമെന്റിൽ എത്തുക എന്നത് തന്നെ ഒരു വലിയ സംഭവമാണ്. അതിന് ആ അർത്ഥത്തിൽ ഈ അവിശ്വാസ പ്രമേയം വിജയിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കി. പാർലമെന്റിലേക്ക് പ്രധാനമന്ത്രി വരാറില്ല. പക്ഷേ ഈ അവിശ്വാസ പ്രമേയത്തിന് മറുപടി പറയാൻ അദ്ദേഹം പാർലമെന്റിലേക്ക് വന്നു എന്നത് തന്നെ ഇതിന്റെ ഒരു വിജയമാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. അതുപോലെ തന്നെ TMCയെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള മൊയ്ത്വായും ഈ ചർച്ചയിൽ പങ്കെടുത്തു. ഒപ്പം തന്നെ ലോക്കറ്റ് ബാനർജിയാണ് BJPയെ പ്രതിനിധീകരിച്ച് ചർച്ചകളിൽ പങ്കെടുത്തത്. പശ്ചിമ ബംഗാളിൽ വലിയ തോതിൽ ആക്രമണം നടന്നിട്ടുണ്ട്. അവിടെ 59 പേർ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ കൊല ചെയ്യപ്പെട്ടു. ആ ഘട്ടത്തിലൊന്നും അനങ്ങാതിരുന്ന പ്രതിപക്ഷമാണ് ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയത് എന്നും ആരോപണം ലോക്കറ്റ് ബാനർജി ഉന്നയിച്ചു. അതുപോലെ സമഗ്രമായ വികസനത്തിന് ഈ മോദി സർക്കാരിന്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അതേസമയം രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡാകട്ടെ, മുൻ കായികമന്ത്രി, അദ്ദേഹം വലിയ ഒരു ആരോപണമാണ് കോൺഗ്രസിന് എതിരെ ഉന്നയിച്ചത്. കഴിഞ്ഞ 40 വർഷമായി മണിപ്പൂരിൽ നടക്കുന്ന എല്ലാ അക്രമങ്ങൾക്കും കാരണം കോൺഗ്രസ് ആണ് എന്നായിരുന്നു രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡിന്റെ വിമർശനം. അതേപോലെ തന്നെ ഇത് തടയുന്നതിനായി BJPയാണ് കശ്മീരിലെ ആക്രമണങ്ങൾ തടയുന്നതിനായി മുൻകൈയെടുത്തത്. കശ്മീരിലെ ആക്രമണത്തിനും പഞ്ചാബിലെ തീവ്രവാദത്തിനും മനു, ഇപ്പം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പറഞ്ഞ പരാമർശങ്ങളൊക്കെ സഭാരേഖകളിൽ നിന്നൊക്കെ നീക്കിയിരുന്നല്ലോ. അതുപോലെ തന്നെ ഇന്നിപ്പോ അധിർ രഞ്ജൻ ചൌധരി പ്രധാനമന്ത്രിയെ കുറിച്ച് ധൃതരാഷ്ട്രരോടും ഒപ്പം നീരവ് മോദിയോടും ഒക്കെ ഉപമിച്ച കാര്യങ്ങളും സഭയെ രേഖകളിൽ നിന്നൊക്കെ മാറ്റുമായിരിക്കും അല്ലേ? മാറ്റണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്പീക്കർ അതിന് നീക്കം നടത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഈ രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡിന്റെ ഒരു വലിയ ആരോപണം കഴിഞ്ഞ ദിവസങ്ങളിൽ അത് BJP നേതാക്കൾ ഉന്നയിച്ചു തന്നെയാണ്. 2008 ബീജിംഗ് ഒളിമ്പിക്സ് നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവിടെ തങ്ങളെ കാണാനായി സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും വന്നിരുന്നു. പക്ഷേ അത് തങ്ങളെ കാണാനല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയിലെ ആളുകളെ കാണാനാണ് വന്നത് എന്ന് രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് ആരോപണം ഉന്നയിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് രാജ്യത്തിന് എതിരായുള്ള ചില പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് എന്ന് ഒരു വലിയ ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നു. ഈ ആരോപണം നേരത്തെയും BJP കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുന്നേ BJP നേതാക്കൾ ഈ ആരോപണം ഉന്നയിച്ചിരുന്നു. ആ ആരോപണം ഇന്ന് വളരെ ശക്തിയായി പാർലമെന്റിൽ രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും ഈ ചർച്ച ഇപ്പോഴും തുടരുകയാണ്. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കാണാൻ എല്ലാവരും കാത്തിരിക്കുന്നത്. 2ാം തവണയാണ് നരേന്ദ്രമോദി സർക്കാർ അവിശ്വാസ പ്രമേയത്തെ അഭിമുഖീകരിക്കുന്നത് കഴിഞ്ഞ 9 വർഷത്തിനിടെ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 4 മാസം പാർലമെന്റിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്ന രാഹുൽ ഗാന്ധിയുടെ മടങ്ങിവരവും എല്ലാം രാഷ്ട്രീയ രംഗത്തെ ഏറെ ചൂടുപിടിപ്പിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. 2ാം അവിശ്വാസ പ്രമേയത്തിന് പ്രധാനമന്ത്രി എന്ത് മറുപടി പറയും എന്ന് കേൾക്കാൻ
എല്ലാവരും ഉറ്റുനോക്കുകയാണ്. തീർച്ചയായും മനു പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി സഭയ്ക്കകത്ത് എത്ര തവണ സംസാരിച്ചു എന്നുള്ളത് അറിയാം. ഇന്നും അദ്ദേഹം സംസാരിക്കാനിരിക്കുന്നു. രാജ്യം മുഴുവൻ പാർലമെന്റിലേക്ക് കാതോർത്ത് കണ്ണും നട്ട് ഇരിക്കുന്നു. लेकिन मुझे व्यक्तिगत रूप से भी दुख है, पूरे सदन को दुख है। बोलते समय हमें मर्यादित आचरण की व्यवस्था करनी चाहिए। इस विषय पर माननीय संसदीय कार्य मंत्री जी ने व्यवस्था का प्रश्न उठाया था 353 के रूल के तहत भी, और उसके तहत भी मैं उसकी व्यवस्था माननीय प्रधानमंत्री जी के भाषण के बाद दूंगा। लेकिन फिर मैं अपेक्षा करता हूं कि देश के प्रधानमंत्री हमारे सदन के नेता हैं। मेरी सबसे अपेक्षा है कि हम सबको माननीय प्रधानमंत्री जी को सुनना चाहिए। आप सबको मैंने पर्याप्त समय पर्याप्त अवसर दिया है। मैं अपेक्षा करता हूं कि हम सब सदन की उच्च मर्यादाओं परंपराओं को कायम रखेंगे और माननीय प्रधानमंत्री जो सदन के नेता हैं उनकी बात सुनेंगे। माननीय प्रधानमंत्री जी। आदरणीय अध्यक्ष जी, पिछले 3 दिवस से अनेक वरिष्ठ महानुभाव आदरणीय सदस्यों ने अपने विचार व्यक्त किए हैं। करीब सभी के विचार मुझ तक विस्तार से पहुंचे भी हैं। मैंने स्वयं भी कुछ भाषण सुने भी हैं। आदरणीय अध्यक्ष जी, देश की जनता ने हमारी सरकार के प्रति बार बार जो विश्वास जताया है, मैं आज देश के कोटि कोटि नागरिकों का आभार व्यक्त करने के लिए उपस्थित हुआ हूं। और अध्यक्ष जी कहते हैं भगवान बहुत दयालु है और भगवान की मर्जी होती है कि वो किसी न किसी के माध्यम से अपनी इच्छा की पूर्ति करता है, किसी न किसी को माध्यम बनाता है। मैं इसे भगवान का आशीर्वाद मानता हूं कि ईश्वर ने विपक्ष को सुझाया और वो प्रस्ताव लेकर आए। दो 2018 में भी ये ईश्वर का ही आदेश था, जब विपक्ष के मेरे साथी अविश्वास प्रस्ताव लेकर के आए थे। उस समय भी मैंने कहा था कि अविश्वास प्रस्ताव हमारी सरकार का फ्लोर टेस्ट नहीं है। मैंने उस दिन कहा था, बल्कि ये उन्हीं का फ्लोर टेस्ट है। ये मैंने उस दिन भी कहा और हुआ भी वही। जब मतदान हुआ तो विपक्ष के पास जितने वोट थे उतने वोट भी वो जमा नहीं कर पाए थे। और इतना ही नहीं, जब हम सब जनता के पास गए तो जनता ने भी पूरी ताकत के साथ इनके लिए नो कॉन्फिडेंस घोषित कर दिया। और चुनाव में एनडीए को भी ज्यादा सीटें मिली और भाजपा को भी ज्यादा सीटें मिली। यानी
एक तरह से विपक्ष का अविश्वास प्रस्ताव हमारे लिए शुभ होता है। और मैं आज देख रहा हूं कि आपने तय कर लिया है कि एनडीए और बीजेपी 2024 के चुनाव में पुराने सारे रिकॉर्ड तोड़ करके भव्य विजय के साथ जनता के आशीर्वाद से वापस आएंगे। आदरणीय अध्यक्ष जी, विपक्ष के प्रस्ताव पर यहां 3 दिनों से अलग अलग विषयों पर काफी चर्चा हुई है। अच्छा होता कि सत्र की शुरुआत के बाद से ही विपक्ष ने गंभीरता के साथ सदन की कार्यवाही में हिस्सा लिया होता। बीते दिनों इसी सदन ने और हमारे दोनों सदन ने जनविश्वास बिल, मेडिएशन बिल, डेंटल कमीशन बिल, आदिवासियों के लिए जुड़े हुए बिल, डिजिटल डाटा प्रोटेक्शन बिल, नेशनल रिसर्च फाउंडेशन बिल, कोस्टल एक्वाकल्चर से जुड़ा बिल, ऐसे कई महत्वपूर्ण बिल यहां पारित किए। और ये ऐसे बिल थे जो हमारे फिशरमैन के हक के लिए थे और उसका सबसे ज्यादा लाभ केरल को होना था और केरल के सांसदों से ज्यादा अपेक्षा थी कि ऐसे बिल पर तो अच्छे ढंग से हिस्सा लेते, लेकिन राजनीति उन पर ऐसी हावी हो चुकी है कि उनको फिशरमैन की चिंता नहीं है। यहां नेशनल रिसर्च फाउंडेशन का बिल था, देश की युवा शक्ति के आशा आकांक्षाओं के लिए एक नई दिशा देने वाला बिल था। हिंदुस्तान को एक साइंस पावर के रूप में भारत कैसे उभरे, वैसे एक दीर्घ दृष्टि के साथ सोचा गया था। उससे भी आपका इतराज। डिजिटल डाटा प्रोटेक्शन बिल, ये बिल अपने आप में देश के युवाओं के जज्बे में जिस बात आज प्रमुखता से है उससे जुड़ा हुआ था। आने वाला समय टेक्नोलॉजी ड्रिवन है। आज डाटा को एक प्रकार से सेकंड ऑयल के रूप में, सेकंड गोल्ड के रूप में माना जाता है। उस पर कितनी गंभीर चर्चा की जरूरत थी, लेकिन